ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ക്ലൈമാക്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ ഒരു ദിവസത്തിൽ എന്തെല്ലാം ട്വിസ്റ്റുകളും എന്തെല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ജയശങ്കറും ചന്ദ്രയും ഒഴിച്ച് അർച്ചനയുടെ ബാക്കി ശത്രുക്കളെല്ലാം നല്ലവരാവുകയാണ്. രേഖയുടെയും മധുബാലയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധുബാലയുടെ അച്ഛനെത്തുകയാണ്. ഒടുവിൽ അവരുടെ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അവരങ്ങനെ ഒന്നിക്കുകയാണ്. മുകുന്ദനെ ജയിലിലാക്കുന്ന രുക്കു തന്നെ ഒടുവിൽ മുകുന്ദനെ കേസിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. അർച്ചന രുക്കുവിനോട് സംസാരിച്ചതിനു ശേഷം രുക്കു ആ ഞെട്ടിക്കുന്ന തീരുമാനമെടുത്ത് മുകുന്ദനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കുകയാണ്. പിന്നീട് ചിന്നു JK തെറ്റിദ്ധരിക്കാനുള്ള ആ ഫോട്ടോ വെച്ച് ചന്ദ്രയും മഞ്ജു നടത്തിയ എല്ലാ കള്ളത്തരങ്ങളും അർച്ചന അങ്ങനെ കണ്ടെത്തുകയാണ്. അതോടെ മഞ്ജുവിന്റെ ചതികളെല്ലാം അർച്ചന മനസ്സിലാക്കുകയാണ്. അതോടെ എന്തായാലും അമ്പാട്ട് വീട്ടിലെ പഴയ നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ വീണ്ടും തിരികെ എത്തുകയാണ്. സന്തോഷ നാളുകൾ ആഘോഷിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ തിരിച്ച് ചന്ദ്രകാന്തത്തിലേക്ക് പോവാനായി നിൽക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളോട് യാത്ര പറഞ്ഞ് അർച്ചന വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പിൽ നിന്ന് വീഴാനായി പോവുകയാണ്. ഇത് കണ്ട് അനന്തനും മുകുന്ദനും അച്ചുവും ആകെ പേടിക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി ചന്ദ്രകാന്തത്തേക്ക് പോവണ്ട. ഇറങ്ങിയപ്പോൾ തന്നെ ദുഷഗുണമാണ്. ചിന്നുനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവരാമെന്ന് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും അർച്ചന പറയാണ് ഇതൊന്നും വേണ്ട, എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും, എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ചന്ദ്രകാന്തത്തേക്ക് പോവുകയാണ്. എന്നാൽ ചന്ദ്രകാന്തത്തിലെത്തുന്ന അർച്ചനയ്ക്ക് ഞെട്ടിക്കുന്ന ചതിയൊരുക്കി വെക്കുകയാണ് വിജയശങ്കറും ചന്ദ്രയും കൂടി. ഇതേ ദിവസം അർച്ചന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിറ്റാമിൻ ക്യാപ്സ്യൂൾ വാങ്ങുന്നുണ്ട്. എന്നാൽ അതിലൊരു മരുന്ന് അവിടെ മറന്നു വെച്ച് വരികയാണ്. ഈ ദിവസം അർച്ചനയില്ലാത്ത നേരത്ത് മെഡിക്കൽ ഷോപ്പിലെ സ്റ്റാഫ് ചന്ദ്രകാന്തത്തിലേക്ക് എത്തുന്നുണ്ട്. ചന്ദ്ര പോയി ആ സ്റ്റാഫിനോട് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്റ്റാഫ് പറയുന്നുണ്ട് അർച്ചന മേഡത്തിന് ഒരു മരുന്ന് കൊടുക്കാനുണ്ട്, അതിനുവേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നും ഇവിടെ തരണ്ട, ഇവിടെ ഇല്ല, ഇന്നിങ്ങോട്ടേക്ക് വരുമെന്നും തോന്നുന്നില്ല എന്നങ്ങനെ പറഞ്ഞ് അയാളെ വിട്ടയക്കാൻ നിൽക്കുന്നതും ജയശങ്കർ അങ്ങോട്ടേക്ക് വന്ന് തന്റെ ബുദ്ധി പ്രയോഗിക്കുകയാണ്. ആ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞ് കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രയോട് പറയുന്നുണ്ട് ഇപ്പൊ ഈ സ്റ്റാഫ് വന്നത് ദൈവദൂതനാണ്, നമ്മൾക്ക് വേണ്ടി അയച്ച ദൈവദൂതൻ. അർച്ചന കഴിക്കുന്ന ഈ മരുന്ന് മാറ്റി ഇതിൽ നമുക്ക് വിഷം ചേർന്ന ഒരു ക്യാപ്സ്യൂൾ വെക്കാം, ആർക്കും തന്നെ അത് തിരിച്ചറിയാനാവില്ല. ഇനിയിപ്പോ അർച്ചന മരണപ്പെട്ടാലും പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഇതൊന്നും കണ്ടുപിടിക്കാനായി സാധിക്കില്ല. എൻ്റെ അടുത്ത് അതിനെ പറ്റിയ ഒരാളുണ്ടെന്ന് ചന്ദ്രയോട് അങ്ങനെ പറഞ്ഞ് എന്റെ ലക്ഷ്യം സാധിക്കാനായി വിജയശങ്കർ അങ്ങനെ പോവുകയാണ്. മരുന്നിൽ പോയിസൺ കലർത്തി കൊണ്ടുവന്നതിന് ശേഷം വിജയശങ്കർ അത് ചിന്നുവിനോട് കൊടുക്കുന്നുണ്ട്. മറക്കാതെ തന്നെ ഇത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് വിജയശങ്കറും ചന്ദ്രയും മാറി മാറി പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ മരണം മുൻകൂട്ടി കണ്ട പോലെ അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയുന്നുണ്ട് കാര്യമൊക്കെ ശരി, കുറെ പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ, അതുകൊണ്ട് തന്നെ നീ നിന്റെ പഠിത്തം ഉഴപ്പരുത്, ജീവിതത്തിന്റെ അടിത്തറ തന്നെ നമുക്ക് പഠനമാണെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഇന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല ചിന്നു, ആർക്ക് എപ്പോ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം നീ മനസ്സിലാക്കണമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് അങ്ങനെ അമ്മ എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല, അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആരോമലും ആര്യയും വന്ന് ഇന്ന് ചിന്നു ചേച്ചി ഞങ്ങളുടെ കൂടെ കിടക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത്. അർച്ചന സമ്മതിക്കുന്നുണ്ട്. ചിന്നു അങ്ങനെ അർച്ചനയ്ക്കൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവരുടെ കൂടെ കിടക്കാനായി പോവുകയാണ്. ചന്ദ്രയും വിജയശങ്കറും പ്ലാൻ ചെയ്തതുപോലെ തന്നെ അർച്ചന അങ്ങനെ രാത്രിയിൽ മരുന്ന് കഴിച്ച് കിടക്കുകയാണ്. എന്നാൽ അർച്ചനയാണെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷ നിമിഷങ്ങളും ഓർത്തങ്ങനെ കിടക്കുകയാണ്. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന അർച്ചന പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നില്ല. അർച്ചന മരിച്ചോ എന്നറിയാനായി വിജയശങ്കറും ചന്ദ്രയും രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ അർച്ചനയുടെ റൂമിലേക്ക് പോവുകയാണ്. അർച്ചനയുടെ ആ കിടപ്പ് കണ്ട് അവരങ്ങനെ അർച്ചന മരിച്ചു എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര അർച്ചനയുടെ അടുത്തേക്ക് പോയി അർച്ചനയെന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന എഴുന്നേൽക്കുന്നില്ല. അർച്ചനയുടെ മരണം ഉറപ്പാക്കിയെന്ന് കരുതി വിജയശങ്കറും ചന്ദ്രയും സന്തോഷിച്ചുകൊണ്ട് റൂമിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വിജയശങ്കറും ചന്ദ്രയുമാണെങ്കിൽ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ താഴെ അങ്ങനെ നിൽക്കുകയാണ്. ചിന്നു ആണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് അർച്ചനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ അങ്ങനെ കിടക്കുന്നത് കണ്ട് ചിന്നു ആകെ പേടിച്ച് അമ്മയെന്ന് അലറി വിളിക്കുകയാണ്. ചിന്നുവിന്റെ ആ നിലവിളി കേട്ട് വിജയശങ്കറും ചന്ദ്രയും ആകെ സന്തോഷിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ശത്രുക്കളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ചിന്നുവിന്റെ അലർച്ച കേട്ട് അർച്ചനയും ആകെ പേടിക്കുന്നുണ്ട്. ചിന്നു എന്ന് അർച്ചനയും നിലവിളിക്കുകയാണ്.
ശത്രുക്കളുടെ ഈ പ്ലാനും പൊളിഞ്ഞതോടെ അവർക്ക് അർച്ചനയോട് കൂടുതൽ പകവരിയാണ്. എന്നാൽ ഇത്രയൊന്നുമായിട്ടും വിജയ് ശങ്കറും ചന്ദ്രയും അടങ്ങുന്നില്ല. ഇനിയും അർച്ചനയെ തീർക്കണമെന്ന പദ്ധതിയുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്, അവസാനത്തെ ആണിയും അർച്ചനയുടെ നെഞ്ചത്ത് ഞാൻ അടിച്ചു കഴിഞ്ഞു. എനിക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. അവളുടെ ഗെയിം ഇനി എനിക്ക് അവസാനിപ്പിച്ചാലേ മതിയാവൂ. ഇതോടെ ഞാൻ എന്തായാലും എന്റെ ലക്ഷ്യം സാധിച്ചിരിക്കുമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ഉറച്ച തീരുമാനമെടുക്കുകയാണ്. പിന്നീട് അർച്ചനയും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചന്ദ്ര അങ്ങനെ അർച്ചനയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നീ ഈ കളി നിർത്തിക്കോ അർച്ചനയെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അർച്ചനയാണെങ്കിൽ ആകെ പേടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് കയ്യിൽ അങ്ങനെ ഭദ്രമായി വെക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കറിന്റെ വീട്ടിലുള്ള ഓഫീസ് മുറിയിലേക്ക് അർച്ചന അങ്ങനെ പോകുന്നുണ്ട്. അർച്ചന അങ്ങനെ വന്ന് ആ റൂമിനുള്ളിൽ നിൽക്കുന്നതും വിജയ് ശങ്കർ തന്റെ ടേബിളിൽ നിന്നും ആ തോക്കെടുത്ത് അർച്ചനയ്ക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ഇത് കണ്ട് അർച്ചന അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് ഒന്നും നോക്കാതെ തന്നെ വിജയ് ശങ്കർ അങ്ങനെ അർച്ചനയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ആ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് പേടിച്ചുകൊണ്ട് ആര്യയും ചന്ദ്രയും ഓടിയെത്തുന്നുണ്ട്. ബാട്ട് വീട്ടിലാണെങ്കിലും എല്ലാവരെയും കാണിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഷോക്കായിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അവരങ്ങനെ എന്തോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ നമുക്ക് അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡുമായി കാണാം. സംഘർഷഭരിതമായ കുടുംബകഥ പറഞ്ഞ അർച്ചന ചേച്ചി LLB സീരിയലിന്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നിറഞ്ഞ നാളത്തെ എപ്പിസോഡിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈ, ഗുഡ് നൈറ്റ്.